അതിന്റെ അടിയിൽ വന്നിട്ട് ഇവൻ ഏതടാ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതെന്തുകൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആവാത്ത എന്തുകൊണ്ടാണ്? അവർക്കറിയില്ല അവൻ ആരാടാന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. സോ പുതിയ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൂവിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ആണെന്ന് ഇവിടെ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. ഓക്കെ മതി അല്ലേ, ഞാനും അതിനു വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഗുഡ് ഫ്രൈഡേ എന്നാണ് അതിന് അനൗൺസ് ഞാനിപ്പോൾ പറയുന്നില്ല, അനൗൺസ് ചെയ്യുമായിരിക്കും, എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ട് പറഞ്ഞതാണ്. സോ ചെറിയൊരു വലിയൊരു സബ്ജക്റ്റാണ്, കുറച്ച് പുതുമുഖങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഞാനും ഒരു ചെറിയ ഒരു വേഷം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. നായകനാണ്. പക്ഷെ ഇവരെന്ത് വേഷമാണ് തരുന്നതെന്ന് എനിക്കറിയത്തില്ല ആക്ച്വലി. ഓക്കെ, അപ്പം സോ അടിപൊളി, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. നിങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, നിങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ നൈസായിട്ട് ഇവിടെ വന്നിട്ട് ആരെയും വിളിച്ചിട്ട് അതിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ. സോ നിങ്ങളെല്ലാവരും വന്നതിൽ റിയലി താങ്ക്സ് ഫ്രം മൈ ഹാർട്ട്. ഇല്ല, എൻ്റെ ലൈഫ് ആക്ച്വലി ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊക്കെ പുതിയതായിട്ടുള്ള കുറച്ച് ഗസ്റ്റ് ഉണ്ട് എൻ്റെ കൂടെ, കുറച്ച് ആൾക്കാർ. ഇതൊക്കെ എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അല്ലേ. അപ്പം അത് എവിടെയും ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള സംഭവം. അപ്പം അതിലൂടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു യാത്ര പോകുമ്പോണ്ടല്ലോ, ലോങ് യാത്ര. ഇപ്പം ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ ഇതുവരെ വരുമ്പോഴത്തേക്കും, മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, നമുക്ക് യൂറിൻ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡിൽ നിർത്തും, സൈഡിൽ എവിടെയെങ്കിലും പോകും. അതാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ പെട്രോൾ പമ്പിൽ പോകുമായിരിക്കും, അല്ലെങ്കിൽ ആവറേജ് ലെവല്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിൽ നിന്ന് ഇപ്പം പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ പോവേണ്ട ഒരു സിറ്റുവേഷൻ ബിഗ് ബോസ് അതാണ് ഉള്ളത്. കാര്യം നമ്മളെ പ്രൈവസി എന്നുള്ളത് കുറച്ച് കുറയും എന്നുള്ള ഞാൻ കാണുന്നു. സോ അതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമെന്ന് ഞാൻ കരുതുന്നു. അല്ല, നമുക്ക് ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് മൂത്രമൊഴിക്കാൻ പറ്റില്ലാത്തുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയാണ്. ആണെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാനൊരു സൈഡിൽ ചെന്നിട്ട് മൂത്രമൊഴിച്ചുകൊണ്ട് നിന്നിട്ട് ആരെങ്കിലും ഇത് വീഡിയോ എടുത്തിട്ട് റോക്കി, അപ്പം അത് ആക്ച്വലി ഒരു നല്ല കാര്യമല്ല അല്ലേ. സോ നമുക്കൊരു പൊസിഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഒരു സാമൂഹികമായിട്ടുള്ള ചില ചില നിയമങ്ങളുണ്ടാവും. അപ്പം അതിനൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് അതൊക്കെ ഒന്ന് ചിന്തിച്ച് കുറച്ചുകൂടെ ഡീസൻ്റായിട്ട് പോവേണ്ടി വരും, കുറച്ചുകൂടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ പറയുന്ന കാര്യത്തിലായിരുന്നാലും ശരി, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം പറയാൻ. റോക്കിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ആണ് വരുന്നത്. ഇപ്പൊ ഒരു നോക്കിയുടെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് ഇവൻ ഏതടാ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതെന്തുകൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആവാത്ത എന്തുകൊണ്ടാണ്? അവർക്കറിയില്ല അവൻ ആരാടാന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. സോ അവർക്കറിയില്ല. അപ്പം അവരെന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാത്ത കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നെഗറ്റീവ് പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവ് പറയാം. അയ്യോ, ഞങ്ങൾ വിചാരിച്ച ആളല്ല, സോ അത് എൻ്റെ റോങ് ജഡ്ജ്മെന്റ് ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഇല്ല, അറിഞ്ഞിട്ട് മീൻസ് അറിഞ്ഞവരൊന്നും പറയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, എന്നെ അറിഞ്ഞവരൊന്നും എന്നെ കുറിച്ചിട്ടൊരു നെഗറ്റീവ് പറയത്തില്ല. പിന്നെ സോൾവ് ആയല്ലോ, അത് സോൾവ് ആയി. സോ സിമ്പിൾ തിങ്സ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടാഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെൻപതില്ലയെ, ഉച്ചിമീത് വാണിടിந்து വീഴുகின்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சமென்பதில்லையே, இச்சை கொண்ட போரிலெல்லாம் தோற்றுவிட்ட போதிலும் அச்சமில்லை அச்சமில்லை அச்சமென்பதில்லையே, പിച്ചൈ വാങ്ങി ഉണ്ണും വാഴ്ക്കൈ വിട്ടുവിട്ട പോതിലും അച്ചമില്ല അച്ചമില്ല അച്ചമെൻപതില്ലേ. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അച്ഛനില്ല എന്ന് സിജോ ഒരു ഇത് വന്നിട്ട് പറഞ്ഞ്, റോക്കിക്ക് അച്ഛനുണ്ട്. റോക്കിയുടെ അച്ഛൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ഷാഹുൽ ഹമീദ് ഹാജി ആണ് റോക്കിയുടെ അച്ഛൻ. എൻ്റെ ഗ്രാൻഡ് ഫാദറുണ്ട് ഹാജി പി ഹുസൈൻ ഖാൻ, ഉൾട്ടി പീരുക്കണ്ണ് ഹാജി, അബ്ദുറഹ്മാൻ ഹാജി, ഐദ്രോ ഹാജി. അങ്ങനെ എനിക്ക് അച്ഛനും ഉണ്ട്, അച്ഛൻ്റെ അച്ഛനും ഉണ്ട്, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനും ഉണ്ട്. എനിക്കറിയാം, എൻ്റെ 5 തലമുറ എനിക്കറിയാം. സോ എനിക്ക് പേടിയില്ല, അച്ഛമില്ല, പേടിയില്ല, എനിക്ക് പേടിയില്ല. ഓക്കെ,
ഇച്ഛയെ കൊണ്ട പോറിലെല്ലാം തോറ്റുവിട്ട പോതിലും ജയിക്കുമെന്ന് കരുതിയ യുദ്ധങ്ങളിൽ തോറ്റപ്പോഴും എനിക്ക് പേടിയില്ല. ഓക്കെ, ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച യുദ്ധങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ട് ജീവിതത്തിൽ. ഞാനെന്ന് പറയുന്നത് ഞാനല്ല, ഞാനും എന്നെ പോലുള്ള നിങ്ങളും നിങ്ങളെ പോലുള്ള അവരും അവരെ പോലുള്ള സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇച്ഛയെ കൊണ്ട് ജയിക്കുമെന്ന് കരുതി ഇച്ഛേ ഞാനത് ജയിക്കുമായിരുന്നു. എന്തുകൊണ്ട് തോറ്റിട്ട് നമ്മൾ പേടിച്ചില്ല, നമ്മൾ വീണ്ടും മുന്നോട്ടല്ലേ പോകുന്ന. പിച്ചൈ വാങ്ങി ഉണ്ണും വാഴ്ക്കെ വിട്ട പോതില്ലോ. ആരെയും പിച്ച ചെലവ് വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുല്ല് വേണ്ടാന്ന് വെക്കും. വേണ്ടാന്ന് വെച്ചിട്ട് നേരെ റോട്ടിലോട്ട് ഇറങ്ങും. നടുതെരുവിൽ ഇറങ്ങി എന്നാലും ശരി, നമുക്ക് ഭയമില്ല. ആ ഒരു സമൂഹം ഉണ്ട് ഇവിടെ, അല്ലേ? ഞാനും നിങ്ങൾ തുടങ്ങുന്ന സമൂഹമാണത്. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു ക്യാമറ മേടിച്ചതെന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? അപ്പം പിച്ചൈ വാങ്ങി ഉണ്ണും വാഴ്ക്കെ വിട്ട പോയി നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളത് ഭയപ്പെട്ടില്ല. എനിക്ക് നിൽക്കാൻ പറ്റുമോ, എനിക്ക് പറ്റത്തില്ലേ, ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലെന്ന് ഭയന്നിട്ടില്ല. അതിന് ഉച്ചിമീത് വാണിരുന്ന് വീഴുകിன்ற പോതിലും അച്ചമില്ലേ. ആകാശം തലയിലിടിഞ്ഞ് വീഴുന്നു പറഞ്ഞാൽ നമുക്ക് പേടിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഒരു വിഷയമായിട്ടുള്ള മുല്ലപ്പെരിയാറിനെ വേണമെങ്കിൽ നിങ്ങളുടെ പറയാം. ഇതിൽ കൂടെ അതും കൂടെ ഒരു ആൾക്കാരൊന്ന് കേൾക്കട്ടെ. ഇപ്പം ആരൊക്കെ ലാസ്റ്റ് പറഞ്ഞ് 100 ദിവസം കൊണ്ടൊക്കെ ഡാം ഇടിയും എന്നൊക്കെ ഉള്ള സംഭവം പറഞ്ഞായിരുന്നു. സോ എന്നാലും നമുക്ക് ഭയമില്ല, അല്ലേ? നമുക്ക് ഭയമില്ല. സോ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാനും വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ആ ടാഗ് കൊണ്ടുവന്നത്. എനിക്ക് ഭയമില്ല സാർ എന്ന് പറഞ്ഞത്. അത് എനിക്ക് ഭയമില്ല എന്നല്ല, എന്നെ പോലത്തെ ഒരു സമൂഹമുണ്ട്, അല്ലേ? എന്നെ പോലത്തെ ഒരു സമൂഹത്തിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത് നമുക്ക് ഭയമില്ല സാർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ സൈക്കാട്രിസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, रॉकी आप कुछ सेलिब्रिटी नहीं है, आप कुछ आपका इंस्टाग्राम में उतना फॉलोअर्स नहीं है, आप कुछ भी नहीं है, आप एक नॉर्मल आदमी है, आप कैसा लड़ेगा इसका साथ? बाकी लोग पूरा बहुत बड़ा इंडस्ट्री में आया, അല്ലെങ്കിൽ അവർ വലിയ ആക്ടേഴ്സാണ്, അവർക്ക് ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള നിങ്ങൾ എവരെ കൂടെ എങ്ങനെ മത്സരിക്കും? ഞാൻ ഒന്നേ പറയാനുള്ളൂ, हम किसी से डर नहीं है, हम किसी से कम नहीं है. നമ്മൾ ആരെക്കാളും ചെറുതല്ല. ഞാനും നിങ്ങളും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും അഭിമാനത്തോടെ. അത് നഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടുമെന്ന സാധനം പോട്ടെന്ന് പറഞ്ഞാലും ശരി, തല പോട്ടെന്ന് പറഞ്ഞാലും ശരി, ഇന്ന് വരെ അങ്ങനെ നിന്നിട്ടുള്ളൂ, ഇനിയും അങ്ങനെ നിൽക്കത്തുള്ളൂ. ഒരു കാര്യം കൂടെ പറയാം, ലാസ്റ്റ് കാര്യം. സോ ഞാനിപ്പോൾ വണ്ടി വന്നത്, ഞാൻ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ ഇന്നലെ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഈ ടാക്സിയിലുള്ള ഒരു പയ്യൻ നിതിൻ എന്നാണ് അവൻ്റെ പേര്. അപ്പം അവൻ എന്നെ ചോദിച്ചത് ബിഗ് ബോസിലുള്ള അവന് പിടിയിട്ടല്ലോ, ഓർമ്മയെ വരുന്നില്ല, ഞാൻ അങ്ങനെ നോക്കി പറയുന്നത്. അപ്പം എന്നെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ലേഡിയാണ്. പുള്ളിക്കാരിയുടെ പേര് പെട്ടെന്ന് പറഞ്ഞു, ഇന്ന ആളല്ലേ എന്ന്. പുള്ളിക്കാരി മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് പറഞ്ഞു അത് ഇന്ന ആളല്ലേ. സോ മുഖം മൂടി ഇട്ടവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞാലും പച്ചയായ മുഖങ്ങൾ കൊണ്ട് പോകുന്നവരെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. പച്ച മുഖം കൊണ്ട് പോകുന്നവരെ ആൾക്കാർ വിചാരിക്കും അവൻ മുഖംമൂടി ഇട്ടേക്കുന്നു. മുഖംമൂടി ഇട്ടവരെ ആൾക്കാർ വിചാരിക്കും പിന്നെ ആളെന്ന്. ചിലപ്പോൾ അയാൾ ഐഡന്റിഫൈ ചെയ്ത ആളായിരിക്കത്തില്ല ഇയാൾ. ഓക്കെ, അപ്പം ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറ്റം പറയാനും അല്ലെങ്കിൽ ഒരാളിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും, പിന്നെ അതിനെ കുറിച്ചുള്ള ട്രോള്, ഞാൻ എത്ര സ്ക്വയർ ഫീറ്റ് വീട്, ഇത്ര സംഭവം, നിങ്ങളെല്ലാവരും കൊണ്ട് വന്നേക്കൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഒരു ചാനലിലോ ഒരിടത്തോ വന്നിരുന്നിട്ട് പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്ന കാര്യം. ബിക്കോസ് നിങ്ങളത് അറിയിക്കുന്നു. കാര്യം നിങ്ങളത് ഇത്രയും പേര് ഈ ഒരു കാര്യത്തിന് വിളിച്ചിട്ട് നിങ്ങൾ വന്നുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്, നിങ്ങളുടെ അടുത്ത് പറയാം. സോ ഞാനവിടെ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യം വരുന്നാലും ബാത്റൂമും ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ ഞാൻ 1 രൂപ ഉണ്ടാക്കിയെന്നാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങേയറ്റം ഏറ്റവും താഴെത്തട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത്. എനിക്ക് എൻ്റെ വാപ്പായോ ഉമ്മായോ എൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ എന്നെ കല്യാണം കഴിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീചിത്ര പൂർ ഹോമിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, നിങ്ങൾ അന്വേഷിച്ചൊക്കെ അറിയാം. ശ്രീചിത്ര പൂർ ഹോമിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. അത് എത്ര എൻ്റെ 22ാമത്തെ വയസ്സിൽ എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ലെവലിലൊക്കെ കേട്ടാ ഞാൻ ചെയ്തില്ല. ഓക്കെ, പിന്നെ എനിക്ക് ഒരു മകനുണ്ട്. അവൻ നമ്മുടെ നാഷണൽ പ്ലെയറാണ് കിക്ക് ബോക്സിങ്. ചെറുതിനെ മുതലേ കുറച്ച് ഫിസിക്കാണ് നമുക്കുള്ള ഒരേ ഒരു സ്വത്തെന്ന് മനസ്സിലാക്കി ഞാൻ അതിലോട്ട് കിട്ടുകയാണ്. അപ്പം നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ആയിരുന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് നേരെയാണ്, സ്ട്രെയിറ്റ് ആണ്.
നമ്മൾ ഒന്ന് കണ്ടും കണ്ണ് മഞ്ഞളിക്കത്തില്ല. സത്യം അത് വിളിച്ച് പറയും. കള്ളൻ കണ്ടാലും അത് വിളിച്ച് പറയും. അവൻ കള്ളനാണെന്ന് എനിക്ക് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു പേടിയില്ല, അല്ലേ? അവർ ചിലപ്പം അടിക്കൊരിക്കും, തലൊരിക്കും, കൊള്ളൊരിക്കും. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യും. റോക്കിനെ വാട്ടർ ബോട്ടിൽ വിറ്റ് പോയിരുന്നോ? റോക്കി അത് നൈസ് ക്വസ്റ്റ്യൻ. ഞാൻ ആ വീഡിയോ 10 വർഷം എത്ര പറഞ്ഞത്? ഞാനൊരു കാര്യം കാണിച്ചു തരാം, പറ്റുമെങ്കിൽ കാണിച്ചു തരാം. കിട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. കാര്യം വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലല്ലോ ഇപ്പം, അറിയാലോ. എന്റെ ഇൻസ്റ്റാഗ്രാം പോയില്ലേ? കാര്യം ഞാൻ ഇവിടുന്ന് ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു ഐ തിങ്ക് ഒരു 33 ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു എന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്ക് തോന്നുന്നു 33 ഒള്ളി 33K അല്ല, ഒള്ളി 33 ഫോളോവേഴ്സ്. അതെന്റെ ഫാമിലിയിലുള്ളത് എന്റെ ഫ്രണ്ട്സ് മാത്രം. അപ്പം ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്താണ് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ എഗെയിൻ നടത്തിയത്. ഞാൻ 2012 ഹാർലി ഡേവിഡ്സന്റെ ഒഫീഷ്യൽ റൈഡറാണ്, 2012. ഓക്കെ, സോ ഞാൻ ഫേസ്ബുക്കൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ എനിക്ക് മനസ്സിലായി, സോ അത് അല്ല റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ വേൾഡ്. അവിടെ നമുക്ക് ബിസിനസ് ചെയ്യാം, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബിസിനസ് ചെയ്യാം. അതർവൈസ് നമ്മൾ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ സമയം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചിലപ്പോൾ പേയ്മെന്റ് കൊടുത്ത് എൻ്റെ ഇതിലോട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പോയി. കുപ്പിയുടെ വിഷയമുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞത്. തൊപ്പിയുടെ വിഷയം കുപ്പി കാണിക്കാം. കുപ്പി പൊളിയാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. രത്നം ഉറപ്പായിട്ടും ബ്രോ. ഭയങ്കര ആഭരണങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലല്ല, മീൻസ് നല്ലതിന് വില കൂടും. അതെ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ലോകത്ത്. ചീപ്പ് ഓൾവേസ് ചീപ്പ്, ബെസ്റ്റ് ഓൾവേസ് ബെസ്റ്റ്. അപ്പം ചീപ്പിനെ പിടിച്ച് ബെസ്റ്റ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ പഴയ 800 ഞാൻ മോഡിഫിക്കേഷൻ ചെയ്ത് BMW ആക്കാൻ ശ്രമിച്ചതുപോലെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം. ഞാൻ ഈ ബിഗ് ബോസിലെ സീസൺ 6 കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ചീപ്പിനെ ഒരിക്കലും ബെസ്റ്റ് ആക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, നമുക്ക് ഓക്കെ. അപ്പൊ ഇത് പറഞ്ഞതിന്റെ പേരിലാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പോയത്. അതെ, ഇത് സമയത്തിന് നോക്കിയാൽ കാണൂല്ലോ, അല്ലെങ്കിൽ എടുക്കുന്നതെല്ലാം അതായിരിക്കും. അതിനിപ്പോ റോക്കി സ്റ്റോറി ഒക്കെയാലും കുഴപ്പമില്ല. ഇല്ല ബ്രോ, കുപ്പിയുടെ കാര്യം ചോദിച്ചത് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കിട്ടുമെങ്കിൽ അത് കൊള്ളായിരിക്കും കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല കണ്ടന്റാ. ഓക്കെ, എന്തായിരുന്നാലും കുപ്പി കാണാനല്ലോ ബ്രോ. തൊപ്പിയുടെ കാര്യത്തിൽ എടുക്കായിരുന്നെങ്കിൽ ആയിട്ടുള്ള ഒരു തിങ്സ് ആണ് ബ്രോ ഈവൻ കുപ്പിയുടെ വിഷയം എന്നുള്ളത്. ഞാൻ അതിൽ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഞാൻ ബിഗ് ബോസിലെ ഒരു 16 ദിവസം കൊണ്ട് നിങ്ങൾ എന്നെ കണ്ടത് ബിഗ് ബോസിൽ, അതിൽ 18 ദിവസം കണ്ട്. അതിന് പിന്നിൽ ഞാൻ കഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 വർഷത്തെ എന്റെ സ്വപ്നം, 6 വർഷം ഞാൻ കൊണ്ട് ഡെയിലി ബിഗ് ബോസ് ജയിച്ചതല്ല, 6 വർഷം കൊണ്ട് എന്റെ സ്വപ്നം എനിക്ക് ഇതിലോട്ട് പോകണം. വൺ ഡേ ഞാൻ ഇതിലോട്ട് പോകും. ലാസ്റ്റത്തെ 6 മാസത്തെ എന്റെ ഹാർഡ് വർക്ക്, എന്റെ റെസ്പോൺസിബിലിറ്റി, എന്റെ ഡെഡിക്കേഷൻ, അത് പോയപ്പോഴത്തേക്ക് അതൊരു ഈ ഒരു കാര്യത്തിൽ എവിടെയാണോ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയതെന്നോ, എവിടെയാണോ എനിക്ക് അത് തെറ്റ് സംഭവിച്ചതെന്നോ, എന്താണ് വൈ മീ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അത് എന്നിൽ നിന്നും സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ. ചിലപ്പം അതൊരു വലിയൊരു കാര്യത്തിന് ഉള്ള തുടക്കമായിരിക്കാം. ഞാൻ അവിടുന്ന് എൻ്റെ പുറത്താക്കലിനെ കുറിച്ചിട്ടാണ്, വേറെ ഒരു കാര്യത്തിനെ കുറിച്ചല്ല പറയുന്ന. അവിടുന്ന് പുറത്തായത് വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാവാം. ആ ഒരു വലിയൊരു കാര്യത്തിന്റെ ചിലപ്പം സ്റ്റാർട്ടിങ് ഇതാവാം, അല്ലെ? സോ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നത്. റോക്കി ഈ തൊപ്പിയുടെ ഇതിനകത്ത് പങ്കെടുക്കാൻ പോയ സമയത്ത് റോക്കിക്ക് ഒരുപാട് ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അവര് തന്നെ തൊപ്പിയുടെ മറ്റേ റോക്കിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, എന്തിനാ പോയ തൊപ്പിനെ പോലുള്ള ഒരാളുടെ അടുത്തേക്ക് പോയ എന്തിനാണ് ബ്രോ? തൊപ്പിക്ക് എന്ത് ബ്രോ പ്രശ്നം? നല്ല പയ്യനല്ലേ, അത് സമ്പാദിക്കുന്നില്ലേ, നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങളിത് തൊപ്പിയുടെ കാര്യം പറയുന്നില്ലേ, കേൾക്കാൻ ആൾക്കാരില്ലേ? അല്ല, എവിടെ നിന്നാണ് ഉണ്ടായത്? വളരെ മോശമായിട്ടുള്ള കോണ്ടന്റ് ഈസ് ഓൾവേസ് കോണ്ടന്റ്. നിങ്ങൾ ബിഗ് ബോസിന്റെ കോണ്ടന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റിനെ കുറിച്ചിട്ടോ ഏതാണ് നിങ്ങൾക്ക് അതിന് ഇത്ര പ്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇത് ഇത്ര നല്ലതാണ് ഇത്ര ചീത്തയാണോ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം കോണ്ടന്റ് തന്നെയാണ്. എൻഡ് ഓഫ് ദ ഡേ കോണ്ടന്റിൽ ലാസ്റ്റ് എന്താണ് വേണ്ടത്? മണി ഹാപ്പി എന്ന ആളാണ് ബിസിനസ് മാൻ. ഈസ് എ ഗുഡ് ബിസിനസ് മാൻ. ഓക്കെ.